ഹായ്, ഇറ്റ്സ് ഡേ 2 ഓഫ് ദ ദുബായ് ട്രിപ്പ് ബ്ലോഗ്. ഇന്നലെ മോസ്റ്റ്ലി കവർ ചെയ്ത ഏരിയാസൊക്കെ കണ്ടല്ലോ. ജൈടെക്സ് ഇവൻറ്റിന് പോയി, അതിനുശേഷം ദുബായ് മാള് ഒട്ടുമിക്ക കറങ്ങി തീർന്നു. അപ്പം തന്നെ ഹാഫ് ഡെഡ് ആയി. പിന്നെ നമ്മൾ അവിടെ നിന്ന് നേരെ തിരിച്ചു റൂമിൽ വന്നു കിടന്നു. ഇന്നിപ്പോൾ ഉദ്ദേശിക്കുന്നത് ജൈടെക്സിലെ നോർത്ത് സ്റ്റാറാണ്. ജൈടെക്സ് തന്നെ 2 സ്ഥലങ്ങളിലായിട്ട് അത് നടത്തുന്നുണ്ട്. മെയിൻ ഇവൻറ്റ് ഇവിടെ വേൾഡ് ട്രേഡ് സെൻറ്ററിലും രണ്ടാമത്തത് ദുബായ് ഹാർബറിലുമാണ്. അപ്പോൾ ദുബായ് ഹാർബറിലാണ് ഇന്ന് നമ്മൾ പോകാൻ ഉദ്ദേശിക്കുന്നത്. അപ്പോൾ അവിടുത്തെ കാര്യങ്ങളും പിന്നെ അവിടുത്തെ ലോക്കൽ അട്രാക്ഷനിൽ ഒട്ടൊക്കെയാണ് പോകാൻ ഉദ്ദേശിക്കുന്നത്. അതുപോലെ ഇന്നൊരു ഫോൺ വാങ്ങാൻ ഉദ്ദേശിക്കുന്നുണ്ട്. അതും വൈകുന്നേരം പോകാൻ പറ്റുമെന്ന് അറിയത്തില്ല. ഇന്നലെ ദുബായ് മാളിൽ പോയപ്പോൾ റേറ്റൊക്കെ അന്വേഷിച്ചായിരുന്നു. ബട്ട് ലോക്കൽ ഷോപ്പിൽ കുറച്ചും കൂടെ റേറ്റ് കുറയുമെന്ന് കേട്ടായിരുന്നു. അപ്പോൾ ട്രസ്റ്റഡ് ആയിട്ടുള്ള ഒരു ഷോപ്പിലും പോകണം. അപ്പോൾ അതൊക്കെയാണ് ഇന്നത്തെ പ്ലാൻ. അപ്പോൾ എന്തായാലും ബാക്കി വിശേഷങ്ങൾ കാണാം. ഇപ്പോൾ രണ്ടാമത്തെ ദിവസത്തെ പുറപ്പാട് ഇവിടെ തുടങ്ങിയിട്ടുണ്ട്. നമ്മുടെ ടീമെല്ലാം ഇറങ്ങി. ഹലോ, ഇതാണ് മെട്രോ സ്റ്റേഷനിൽ കയറാനുള്ള എൻട്രി. ADBC. ഇതെല്ലാം പേ പാർക്കിങ്ങിൽ വണ്ടി ഇട്ടിരിക്കണതാണ്. നല്ല ചൂടുണ്ട് കേട്ടോ ഇവിടുത്തെ വെയിലിന്. ഇതുണ്ടോ, ആരെങ്കിലും ഫുട്പാത്ത് വഴി ക്രോസ് ചെയ്യുമെന്ന് തോന്നി അപ്പോഴും വണ്ടി നിർത്തും. ഏത് വലിയ വണ്ടി ആയാലും നിർത്തി തരും. അതാണ് ഇവിടെ കണ്ടതിൽ വെച്ച് ഏറ്റവും അടിപൊളിയായിട്ട് തോന്നിയ കാര്യം. ഫുട്പാത്തിൽ വെച്ച് ക്രോസ് ചെയ്യുന്ന ചെറിയ റോഡൊക്കെ ആണെങ്കിൽ അവർ തന്നെ നിർത്തി തരും. വലിയ റോഡാണെങ്കിൽ ഒരു ബട്ടൺ ഉണ്ട്, പ്രസ് ചെയ്താൽ മതി. അതുപോലെ ഡിസ്റ്റൻസ് ഇട്ടേ എല്ലാവരും വണ്ടി ഓട്ടിക്കത്തുള്ളൂ. അങ്ങനെ നല്ല അടിപൊളി റോഡുകളും കാര്യങ്ങളും ട്രാഫിക്കും എല്ലാം ആണ്. അഥവാ അങ്ങനെ ഓട്ടിച്ചില്ലെങ്കിൽ നല്ല ഹ്യൂജ് എമൗണ്ടാണ് ഫൈനും കൊടുക്കുന്നത്. അതുകൊണ്ടാണ് എല്ലാവരും അനുസരിക്കുന്നത്. ഇവിടെ നോൾ കാർഡുണ്ട്. ഈ കാർഡൊന്ന് ടാപ്പ് ചെയ്താൽ മതി, ഇങ്ങനെ പോവാം. ഇനി ഇറങ്ങുന്ന സമയത്ത് ഒന്നും കൂടെ ടാപ്പ് ചെയ്താൽ മതി. അപ്പോൾ എന്തുമാത്രം നമ്മൾ ഇതിൽ യൂസ് ചെയ്തു, എന്തുമാത്രം ഡിസ്റ്റൻസ് നമ്മൾ ട്രാവൽ ചെയ്തു, അതിനനുസരിച്ചായിരിക്കും നമ്മൾ ഇതിൽ നിന്ന് കൺസ്യൂം ചെയ്യണം. ഇപ്പം കൺസ്യൂം ചെയ്യത്തില്ല, ബട്ട് അവിടെ എത്തുമ്പോൾ കൺസ്യൂം ചെയ്യാം. ഇന്നലത്തെ ഇവൻ്റ് എങ്ങനെ ഉണ്ടായിരുന്നു? ഓ നൈസ്, സംഭവം സൂപ്പറായിരുന്നു. ബട്ട് നടന്ന് കുറച്ച് പോയി മേ ബി അത് ഫസ്റ്റ് ഡേ ആയതുകൊണ്ടായിരിക്കാം. ഇന്ന് ഐ തിങ്ക് പ്രോബ്ലം ഉണ്ടാവില്ല എന്ന് വിചാരിക്കുക. ഓക്കെ. പിന്നെ അത് മാത്രമല്ലല്ലോ, നമ്മൾ ഡയറക്റ്റ് പോയില്ല. പോയി. അതെ, ഇതാണ് മെട്രോ സ്റ്റേഷൻ. ഇന്ന് നമ്മുടെ കൂടെ ഒരു പുതിയ അതിഥിയുണ്ട്. പേരെന്താ ബ്രോ? ഓക്കെ. എന്താ ജൈടെക്സിന് വന്നതിൻ്റെ മെയിൻ ഉദ്ദേശം എന്താ? ഇന്നലത്തെ ഇവൻ്റ് എങ്ങനെ ഉണ്ടായിരുന്നു? ഇന്നലെ നടന്ന് കഷ്ടപ്പെട്ടു എന്നല്ലാതെ അടിപൊളിയായിരുന്നു. ഓക്കെ. നല്ല തിരക്കാണ്. കയറാൻ പറ്റുന്നില്ല ഈ മെട്രോയിൽ. അടുത്തേൽ കയറാം. മെട്രോ കയറി ഇവിടെ ശോഭ റിയാലിറ്റി എന്ന് പറഞ്ഞ ഒരു സ്റ്റേഷനിലെത്തിയിട്ടുണ്ട്. അപ്പോൾ ഇനി ഇവിടെ നിന്ന് അങ്ങോട്ട് പോകണം. ഇവിടെ നിന്ന് ദുബായ് മറീനയില നോർത്ത് സ്റ്റാർ റെസ്റ്റോറൻറ്റ് എന്ന് പറഞ്ഞ ഏരിയ. ഇവിടുന്ന് നേരെ ട്രാമിൽ കയറാൻ പോവുകയാണ്. അപ്പോൾ ട്രാമിൽ കയറിയാലേ നമുക്ക് കറക്റ്റ് ഇവൻ്റ് നടക്കുന്നിടത്ത് പോകാൻ പറ്റും. കറക്റ്റ് ദുബായ് മറീനയിലല്ല, മിനാസ് സിയാഖി എന്ന് പറഞ്ഞൊരു സ്റ്റേഷനിലാണ് ഇറങ്ങുന്നത്. ഇതിന് സ്പെസിഫിക് ലൈൻ ഉണ്ട് കേട്ടോ. നമ്മളിത് ഇറങ്ങണ സമയത്ത് ഇതിന് എങ്ങനെയാണെന്ന് വെച്ചാൽ ഇറങ്ങണ ടൈമിൽ നമ്മൾ അവിടെ ടാപ്പ് ചെയ്തിട്ട് പോകണം. അങ്ങനെയാണ് ഇതിലെ സിസ്റ്റം. ഓക്കെ, ഇതിലല്ല ടാപ്പ് ചെയ്യാനുള്ളത്. അത് ജസ്റ്റ് വാണിംഗ് എഴുതി വെച്ചിരുന്നതാണ് നമ്മൾ ടാപ്പ് ചെയ്യണമെന്ന്. ഈ പുള്ളി ഇതാ ഗൈഡ് ചെയ്ത് തരിക, അവിടെയാണ് ടാപ്പ് ചെയ്യണമെന്ന്. ഇവിടെ ട്രാമുണ്ട്. ട്രാമിൻ്റെ ഇവിടെ തന്നെ ക്രോസിങ്ങും ഉണ്ട് കേട്ടോ. അതിനൊക്കെ വേണ്ടി ലൈറ്റും കാര്യങ്ങളെല്ലാം ഉണ്ട്. ഇപ്പോൾ ഇവിടെ ഇറങ്ങിയിട്ടുണ്ട്. മിനാസ് സിയാഖി എന്ന് പറഞ്ഞാൽ ഒരു സ്റ്റേഷനിൽ ഇറങ്ങി കരീമിൻ്റെ ഡെലിവറി വണ്ടികളൊക്കെയായിരുന്നു. വലിയൊരു കമ്പനിയാണ് കരീം എന്ന് പറഞ്ഞാൽ. ഈ ബൈക്സ് എടുക്കാം, ടാക്സി വിളിക്കാം, അങ്ങനെ എല്ലാത്തിനും ഉള്ളതാണ്. ഇവൻറ്റിന് പോകാൻ വേണ്ടി ഇപ്പോൾ ഒരു ടാക്സി ബുക്ക് ചെയ്തു. ടാക്സിയിൽ പോയിക്കൊണ്ടിരിക്കുക. എല്ലാവരും ഉണ്ട്. അതെ. ഇപ്പോൾ 14 to 17 ദിർഹംസ് എന്നാണ് കാണിച്ചത്. കരീം എന്ന ആപ്പിൽ കൂടെയാണ് ചെയ്തത്. അപ്പോൾ അതാണ്. ഇറങ്ങിയിട്ടൊരു 20 മിനിറ്റ് നടക്കാനുണ്ട്. അതിൻ്റെ അതെ,
ടാക്സിയുടെ സേഫ്റ്റിയുടെ കാര്യമാണ്. ക്യാമറാസ് ഉണ്ട്, അതുപോലെ തന്നെ ഇതിൽ തന്നെ എപ്പോഴും എന്നിട്ട് ടൈം മാറുന്നതിനനുസരിച്ച് ഇതിൽ ടൈം ഡിസ്റ്റൻസിനനുസരിച്ച് ഇത് കാണിച്ചുകൊണ്ടിരിക്കും എത്ര എമൗണ്ട് മാറുന്നു എന്നുള്ള കാര്യം. അപ്പോൾ കയ്യിൽ ക്യാഷ് ചെയ്തപ്പോൾ ഇറങ്ങാൻ വേണമെങ്കിൽ പിന്നെ പോസ്റ്റ് മെഷീൻസും കാര്യങ്ങളും എല്ലാം ഉണ്ട്. നല്ല അടിപൊളിയാണ്, നല്ല സെറ്റ് വണ്ടി. സ്ഥലത്തെത്തിയിട്ടുണ്ട്. കിടക്കുന്ന വണ്ടികളെല്ലാം ഇവിടെ വന്നതാണ്, പാർക്കിങ്ങാണ്. ടെസ്ല കിടക്കണം. ഇവിടെ നോർത്ത് സ്റ്റാറിൽ വെച്ച് കണ്ട ഒരു എക്സൈറ്റഡായിട്ടൊരു സംഭവമാണ്. അതായത് ബ്ലഡ് പ്രഷർ നമുക്കിപ്പോൾ എത്രയുണ്ട് ആ ഡീറ്റെയിൽസ് എല്ലാം നമ്മൾ പ്രൊവൈഡ് ചെയ്താൽ അതിൽ തന്നെ നമുക്ക് പ്രഡിക്ഷൻസ് കിട്ടുമെന്നാണ് ഇവിടെ പറയുന്നത്. അതായത് സ്ട്രോക്ക്, ഹാർട്ട് അറ്റാക്ക്, ഹാർട്ട് ഫെയിലിയേഴ്സ് ഇതുപോലത്തെ ഇഷ്യൂസ് വരുന്നതിൻ്റെ ഒരു പ്രഡിക്ഷൻ നമുക്ക് നേരത്തെ കിട്ടും. അപ്പോൾ അതനുസരിച്ച് നമുക്ക് ഹെൽത്തിൽ കോൺഷ്യസ് ആവാം. ഇത് യൂസ് ചെയ്യുന്നത് പ്രഷറുള്ള പേഷ്യൻസും അതുപോലെ തന്നെ യൂഷ്വലി ഡോക്ടേഴ്സിന് ഇത് യൂസ് ചെയ്യാം എന്നാണ് ഇവർ പറയുന്നത്. ഏർലി സ്റ്റേജ് സ്റ്റാർട്ടപ്പാണിത്. എക്സ്പാൻഡ് നോർത്ത് സ്റ്റാറിലെ സ്റ്റാളുകളെല്ലാം ഇതുപോലെയാണ്. എല്ലാം ചെറിയ ചെറിയ സ്റ്റാൾസാണ്. നമ്മൾ വേൾഡ് ട്രേഡ് സെൻറ്ററിൽ കണ്ടതുപോലെയല്ല, ഇവിടെ ഉള്ള എല്ലാം സ്റ്റാർട്ടപ്സാണ്. ഏർലി സ്റ്റേജും അതുപോലെയാണ്. അതിൽ പ്രോപ്പർലി ഇവർ എഴുതിയിട്ടുണ്ട് ഇവിടെ ഏർലി സ്റ്റേജ് ആണെന്ന്, സീഡ് ഫണ്ടിങ് സ്റ്റേജിലാണെന്നും അതിൻ്റെ സ്റ്റേജസും അതുപോലെ തന്നെ അവരുടെ ഏതാണ് ഫീൽഡ് അവർ വർക്ക് ചെയ്തതെന്ന് അങ്ങനെ എല്ലാം എഴുതിയിട്ടുണ്ട്. ഈ ഏരിയസിലെ ഹെൽത്ത് കെയർ ആണ് ഇവിടെ ഒരു സെഷൻ നടക്കുന്നുണ്ട്, ഇവൻ്റ്. അപ്പോൾ അതിൻ്റെതാണ് ഇവിടെ നമുക്ക് കാണാൻ പറ്റുന്നത്. ഇപ്പോൾ ഫണ്ടിങ് അതിനെക്കുറിച്ചൊക്കെ ഉള്ള സെഷനാണ് ഇവിടെ നടക്കുന്നത്. ഇവിടെ എനർജി ടെക്കാണ്, ക്ലൗഡ് ബേസ്ഡ് ആയിട്ടുള്ള IoT ഡിവൈസസിൻ്റെ എല്ലാത്തിൻ്റെ ഡാഷ്ബോർഡും അതിൻ്റെ മെയിൻ്റനൻസിനെ കുറിച്ചൊക്കെ ഉള്ള ഒരു പ്രൊഡക്റ്റിനെ കുറിച്ചാണ്. ഇവിടെ ഒരു പ്രൊഡക്റ്റ് കണ്ടിട്ടുണ്ട്, ഇത് കണ്ടിട്ട് കുറച്ച് ഇൻട്രസ്റ്റിംഗ് ആയിട്ട് തോന്നി. അതായത് നമ്മുടെ ഐ ട്രാക്കിങ് കാര്യങ്ങൾ ഫസ്റ്റ് ഈ ആപ്ലിക്കേഷനിലോട്ടൊന്ന് രജിസ്റ്റർ ചെയ്യുക. അതിനുശേഷം നമ്മൾ ഇതിൽ ബുക്ക് വായിക്കുമ്പോൾ നമ്മൾ റീഡ് ചെയ്യുന്നതിനനുസരിച്ച് ഈ ടെസ്റ്റ് മാറിക്കൊണ്ടിരിക്കും. അതാണ് ഈ പ്രൊഡക്റ്റിൻ്റെ ഒരിത് എന്നുവെച്ചാൽ നമുക്കിപ്പം സ്കൂളിലത്തേക്ക് ഇങ്ങനെ റീഡ് ചെയ്യാൻ നമ്മളിങ്ങനെ വായിച്ച് പോകുന്നത്തേക്കും ഇത് ഓട്ടോമാറ്റിക്കലി സ്ക്രോൾ ആവുകയും അങ്ങനത്തെ ഓപ്ഷൻസാണ് ഇതിലുള്ളത്. കണ്ടപ്പോൾ കുറച്ച് ഇൻട്രസ്റ്റിംഗ് ആയിട്ട് തോന്നി. ഇത് കൊറിയയിൽ യൂസ് ചെയ്യുന്ന ഒരു ടെക്നോളജിയാണ്. അതായത് 3D ടെക്നോളജി യൂസ് ചെയ്ത് സ്റ്റുഡൻസിന് ടീച്ച് ചെയ്യാൻ യൂസ് ചെയ്യുന്നതാണ് സ്കൂളുകളിലേക്ക്. ഇപ്പോൾ ഈ ഒരു ഗെയിം എന്താണെന്ന് വെച്ചാൽ ഇതിപ്പോൾ തുടക്കത്തിൽ തീയുണ്ടായി. അപ്പോൾ ഇത് നമുക്കൊരു ഫ്രണ്ട്സായിട്ട് കുറച്ച് പേരായിട്ട് ജോയിൻ ചെയ്യാം. അതായത് സ്റ്റുഡൻസിനെ ഒരു റൂമായിട്ട് ജോയിൻ ചെയ്യിപ്പിക്കും. ഫയർ എക്സ്റ്റിംഗ്വിഷൻ എങ്ങനെ യൂസ് ചെയ്യണം എന്നുള്ള രീതിയിലായിരുന്നു. ഫസ്റ്റൊക്കെ കുറേ 3D ആനിമേഷൻ ഞാൻ കണ്ടായിരുന്നു. അതായത് അതിൽ പിന്ന് ഊരണം, അതുപോലെ തന്നെ അതിൻ്റെ നോസിലെടുക്കണം, ഫസ്റ്റ് തീ പിടിക്കുമ്പോൾ എന്ത് ചെയ്യണം, അങ്ങനത്തെ കുറേ കാര്യങ്ങളായിരുന്നു ഇതിൽ ചെയ്യുന്നത്. അതുപോലെ പല ട്രെയിനിങ്ങുകളും കാര്യങ്ങളും സ്റ്റുഡൻസിന് എഡ്യൂക്കേഷന് വേണ്ടി 3D യൂസ് ചെയ്യാം. അതാണ് ഈ ഒരു പ്രൊഡക്റ്റ്. ഈ കാണുന്ന പ്രൊഡക്റ്റ് എന്താണെന്ന് വെച്ചാൽ ഈ കാണുന്ന പ്രൊഡക്റ്റ് ഒരു റോബോട്ടിക്സ് പ്രൊഡക്റ്റാണ്. ഫുഡും അതുപോലെ തന്നെ ഗ്രോസറീസൊക്കെ എത്രയും പെട്ടെന്ന് തന്നെ ഡെലിവറി ചെയ്യാൻ വേണ്ടിയുള്ളൊരു പ്രൊഡക്റ്റാണ്. അതിൻ്റെ ഹാർഡ്വെയറാണ് ഇവിടെ ഡിസ്പ്ലേ ചെയ്തിരിക്കുന്നത്. ഇതിൻ്റെ അകത്ത് തന്നെ നല്ല ഏരിയ ഉണ്ട്. ഇപ്പോൾ ഒരു 4 പിസ്സ, കുറച്ച് ഗ്ലാസ് ഓഫ് കുപ്പിയിലെ വെള്ളം, നല്ല ഏരിയ ഉണ്ട്. അത്യാവശ്യം നല്ല ലിറ്റേഴ്സ് ഓഫ് ഏരിയ ഉണ്ട്. അപ്പോൾ ഇങ്ങനെ ഒരു പ്രൊഡക്റ്റാണത്. അപ്പോൾ കുറച്ച് ഇന്നോവേറ്റീവ് ആയിട്ട് തോന്നിയത്. ഇത് ബ്ലോക്ക് ചെയിന് വേണ്ടി മാത്രമുള്ള പവലിയനാണ്. അപ്പോൾ ഇതിൻ്റെ അകത്തുള്ള പ്രൊഡക്ട്സ് എല്ലാം ബ്ലോക്ക് ചെയിൻ റിലേറ്റഡ് ആണ്. വാട്ട് ഈസ് ദിസ് പ്രൊഡക്റ്റ് അബൌട്ട്? It's a product for the kids anyway. Okay. So young age, under 14, they don't have ID, so which is they cannot open the bank account. Okay. This is a prepaid card, so Okay. parents they can put the money inside and they can check how much they spend money and what they spend money. Okay. Like all the tracking and everything. This is based on blockchain. Yeah, blockchain. Okay. What technology in blockchain exactly? Oh, it's blockchain is like the parents they can open Okay. instead of the kids they can open the bank. Like it's not bank account, like open this prepare the bank. Okay. Pay the card. Sorry. And they can do any payment. Yes. Okay. Where they need to put the not fund? Apple Pay. Payment only Okay. everything apart from the Apple. Apple Pay. Okay. Yeah, great. ഇത് കൊച്ചു പിള്ളേർക്ക് എന്താണ് ഈ
ഫിനാൻഷ്യൽ പേയ്മെൻ്റ് എല്ലാം ചെയ്യാൻ വേണ്ടിയുള്ള കാർഡാണ്. അതെ അതെ, Kid characters. കിഡ്സിന് വേണ്ടിയുള്ള ക്യാരക്ടേഴ്സാണ്. ഓക്കെ, ഇസ് ദിസ് കസ്റ്റമൈസബിൾ ആൾസോ? At the moment, no. We Okay, have okay. 9 different. സംഭവം കൊള്ളാം കണ്ടിട്ട്. ബാങ്ക് കാർഡ് കൊടുക്കാത്തപ്പോൾ ഇങ്ങനെ ഒരു കാർഡായിട്ട് ഇവർക്ക് എടുക്കാൻ പറ്റും. അതാണ് ഇതിൻ്റെ സ്പെഷ്യാലിറ്റി. Yeah, what is the project is about? This is a gas detector Okay, for industrial safety. okay. What detector? Gas, Gas detector. Okay. oxygen or toxic gases Okay. such as carbon monoxide, Oh, and okay. hydrogen sulfide. Okay. It can be accessed on mobile also, or the details, right? Okay. We can detect three gases. We can communicate with around smart devices using Bluetooth. Oh, okay. The communication distance is about 50 meters, Okay. max to 100 meters. Oh, 100 meter. Okay. And as you can see, this is very small. Yeah, light. portable. Yeah. And compared to the conventional gas okay, detectors, okay. and you can use this for 2 years without charging. Oh, okay, It's okay. the best performance in the world. In the world. Oh, okay. And it's the same device, Okay. same gas detectors, but the difference is the shape. Oh, yeah, shape. Okay. You look like Okay. Yeah, got it. Understood. Yeah. so you can roll this. Okay. What's the use cases of this? Who uses this? For preventing suffocation accident. You know suffocation accident? I know. Suffocation accident means you can't breathe Oh, okay. because of lack of oxygen or Oxygen. toxic gases. Okay. So this is for preventing such suffocation accidents. Okay. Got it. Yeah. Thank you. ഇവിടെ ഒരു ഇൻട്രസ്റ്റിംഗ് സംഭവം കണ്ടായിരുന്നു. അതായത് നമ്മൾ ഈ മാളുകളിലൊക്കെ പോയിട്ട് പാർക്ക് ചെയ്യാൻ ബുദ്ധിമുട്ടായിരിക്കും. ബട്ട് ഇതിൽ മാളുകളുടെ ഉള്ളിലും ഈ എവിടെ പാർക്കിംഗ് അവൈലബിൾ ആണെന്ന് കാണിച്ചിട്ട് അതനുസരിച്ച് നമുക്ക് പാർക്ക് ചെയ്യാൻ പറ്റും. ഇത് എൻ്റെ സോഫ്റ്റ്വെയറിൽ ഈ ഇതിൽ എവിടെയൊക്കെ ഉണ്ട് അതുപോലെ തന്നെ അതെല്ലാം ഇവരുടെ ഈ മാളുകാർ സെറ്റ് ചെയ്ത് കൊടുത്താൽ മതി. ബാക്കി നമുക്കിതുപോലെ കണ്ടല്ലേ, ഇപ്പോൾ നമ്മളിപ്പം സാധാ യാത്രയ്ക്ക് ഇങ്ങനെ പോകാറുണ്ട്, അതുപോലെ മാളുകളിലും അതുപോലെ തന്നെ ബിൽഡിങ്ങുകൾ ഇൻഡോർ പാർക്കിംഗ് എന്നാണ് എക്സാക്ട്ലി അവർ പറയുന്നത്. ഇൻഡോർ പാർക്കിങ്ങിൽ കറക്റ്റ് നമുക്ക് അതിൻ്റെ നാവിഗേഷൻസും കാര്യങ്ങളെല്ലാം ചെയ്യാൻ പറ്റും. കണ്ടില്ലേ, അതിൻ്റെ ഒരു സിസ്റ്റമാണ് ഇവിടെ കാണിച്ചിട്ടുള്ളത്. ഇത്രയും നേരം നമ്മൾ കണ്ടത് കൊറിയൻ പെവിലിയനാണ്. ഇവിടെ നമുക്ക് ഇന്ത്യൻ പെവിലിയനുണ്ട്. ഇന്ത്യൻ ബിസിനസ്സസ് ആണ് ഇവിടെ ഉള്ളതെല്ലാം. ഇവിടെ വന്നപ്പോൾ കണ്ട ഒരു ഇൻട്രസ്റ്റിംഗ് ടെക്നോളജിയാണ് 3D ട്വിൻ ഉണ്ടാക്കുന്നത്. നമുക്ക് നമ്മുടെ ഓഫീസുണ്ട്, നമ്മുടെ പ്ലാറ്റ്ഫോംസ് ഉണ്ടെന്ന് വെച്ചോ, അങ്ങനെയാണെന്ന് വെച്ചാൽ അതിൻ്റെ ഒരു ഫാക്ടറിയുടെ ഒരു 3D ട്വിൻ, അതായത് നമ്മളൊരു CCTVയിൽ നിന്ന് കാണുന്നതിനപ്പുറം ഒരുപാട് കൂടുതൽ കാണാൻ പറ്റും ഇതിൽ. നമുക്ക് അതേ കൂടെ തന്നെ റോം ചെയ്തൊക്കെ പോയി കാണാൻ പറ്റും. ഈ പുള്ളി ഇപ്പോൾ ഡെമോ കാണിക്കുന്നത് പോലെ കണ്ടല്ലേ, ഇപ്പോൾ റൂമുകൾ മാറ്റി നോക്കാം, ഫാക്ടറീസ് കണ്ടില്ലേ. അതനുസരിച്ച് ഇപ്പോൾ ഒരുപാട് മെഷീനറീസും കാര്യങ്ങളും ആണെങ്കിൽ അതിൻ്റെ എല്ലാം സെൻസേഴ്സും കാര്യങ്ങളും വെച്ച് ഇതിൻ്റെ മൂവ്മെൻറ്റ് പോലും പെർഫെക്റ്റ് ആക്കാൻ പറ്റുമായിരിക്കാം ചിലപ്പോൾ അതിൽ. ഹായ്, ഇവിടെ വന്നപ്പോൾ കണ്ടൊരു പ്രൊഡക്റ്റാണ് കസ്റ്റമർ സർവീസിംഗ് ആണ്. അപ്പോൾ കസ്റ്റമർ ഇൻട്രാക്ഷൻസ് എല്ലാം ആർട്ടിഫിഷ്യൽ ഇൻ്റലിജൻസ് യൂസ് ചെയ്ത് അവിടെയും നമുക്ക് യൂസ് ചെയ്ത് കുറേ ജോബ് കളയാനുള്ള വഴികളുണ്ട്. അപ്പോൾ ഇതൊരു റെസ്റ്റോറൻറ്റിലെ ഒരു ആണ്. അതുപോലെ തന്നെ കേഷ്യർ, അതുപോലെ തന്നെ ഹോട്ടലിലെ കാര്യങ്ങൾ, അതുപോലെ ഹോട്ടൽ എങ്ങനെയുണ്ട് അങ്ങനത്തെ കാര്യങ്ങളൊക്കെ ചോദിക്കാം. അതുപോലെ തന്നെ സെയിൽസ് ട്രെയിനിങ് ചെയ്യാനും കസ്റ്റമറായിട്ട് ആക്ട് ചെയ്ത് അതിൻ്റെ കാര്യങ്ങൾ ചോദിക്കാനും, അതുപോലെ തന്നെ നമുക്ക് എന്തെങ്കിലും ആവശ്യമുണ്ടെങ്കിൽ അതുപോലെ കസ്റ്റമറായിട്ട് ബിൽഡ് ചെയ്തെടുക്കാനുള്ള ഓപ്ഷൻസും ഉണ്ട്. അപ്പോൾ അതാണ് ഇതിൻ്റെ ഒരു ഇത്. അപ്പോൾ അതിൻ്റെ ഒരു ഡെമോ ആണ്. കെൻ യു ഷോ ഡെമോ? I want a veg lobster. വെജ് റോക്സ്റ്റാർ പോയിട്ട് ഇപ്പോൾ നമ്മൾ പറഞ്ഞതിൽ We നിന്ന് don't have veg shop Star Wars on our menu, but we do have kids meal box. ഓക്കെ, അതിൽ Please order those or two. Would you like to have any add-on? ഇല്ലാത്തത് പറഞ്ഞാൽ അതിൽ ഏതുണ്ട് എന്നുള്ളത് വെച്ച് ചോദിക്കാം. അതുപോലെ തന്നെ ആഡ് ഓൺസും കാര്യങ്ങളും എല്ലാം എന്ത് വേണമെന്ന് ഇങ്ങോട്ട് ചോദിക്കാം. Okay, I have added one veg lobster burger to your cart. ഓക്കെ, ഇനി അത് പേയ്മെൻറ്റ് ചെയ്യാനുള്ള ഓപ്ഷൻസ് ആ കാര്യങ്ങളാണ് ഇനി ബാക്കിയുള്ളതാണ്. The order? ഓക്കെ, ഫോൺ നമ്പർ ചോദിക്കുന്നുണ്ട്. How would you like to pay the bill today? കാർഡ്സ്, UPI, ക്യാഷ് എല്ലാം ഈ പോസും വർക്ക് ചെയ്യുന്നുണ്ട്. ഓക്കെ, താങ്ക് യു.
ഇനി സ്റ്റാർ 3ലും 4ലോട്ടാണ് പോകുന്നത്. ബേസ്ഡ് ആയിട്ടുള്ള പൗൾട്രി ഫാമിംഗ് മാനേജ്മെൻ്റാണ്. ഇതിൽ കോഴികളുടെയൊക്കെ റിയൽ ടൈം ആയിട്ടുള്ള വീഡിയോ സ്ക്രീൻ ചെയ്തുകൊണ്ട് ഇവിടെ ഹെൽത്തിനെ അനലൈസ് ചെയ്യുന്ന ഒരു പ്ലാറ്റ്ഫോമാണ്. അതുപോലെ തന്നെ ഇങ്ങനെ ഒരു ഡിവൈസും അതിൻ്റെ ഇടയിൽ കൂടെ ഓട്ടോണമസ് ആയിട്ട് പോകുന്നുണ്ട്. അതും ഡേറ്റ കളക്ട് ചെയ്താണ് ഈ ഒരു ഇതെടുക്കുന്നത്, ഹെൽത്ത് ഡേറ്റ. സ്കൈ ഡൈവ് ചെയ്യുന്നതിൻ്റെ ഒരു എക്സ്പീരിയൻസ് കൊടുക്കുന്ന ഒരു പ്രൊഡക്റ്റാണത്. VR ഹെഡ്സെറ്റ് ഉണ്ട്, ഹാൻഡിൽ അതിൻ്റെ കൺട്രോൾ സെൻറ്റർ കൊടുക്കുന്നുണ്ട്. ഇനി ആ ഗിയർ നമ്മൾ ചാടണ ആ ഒരു എക്സ്പീരിയൻസ് കൊണ്ടുവരും. അതുപോലെ അങ്ങോട്ട് ഇൻവെസ്റ്റേഴ്സ് കഫേയൊക്കെ ഉണ്ട്, അങ്ങോട്ടൊക്കെ പോയി നോക്കാം. പക്ഷെ നമ്മൾ ലുലു മാളിലുള്ള പോലത്തെ ടൈപ്പ് സാധനങ്ങളാണ്. വേറൊരു ഇന്നോവേറ്റീവ് പ്രൊഡക്റ്റ് കണ്ടതാണ്. നമ്മൾ വയർലെസ് ചാർജിങ് കണ്ടിട്ടുണ്ട് മൊബൈൽസിൻ്റെ, ബട്ട് അത് ഒരു വയർലെസ് കോയിലിൻ്റെ മുകളിലാണ് അങ്ങനെ ഒരു പോർട്ട് വയ്ക്കുന്നത്. അപ്പോൾ അതിൻ്റെ സ്പെഷ്യാലിറ്റി അതെന്ന് വെച്ചാൽ ഇൻഡക്ഷൻ ബേസ് ചെയ്താണ് അത് വർക്ക് ചെയ്യുന്നത്. ബട്ട് ഇവിടെ ഒരു ഇന്നോവേറ്റീവായിട്ടൊരു സംഭവം കണ്ടതാണ്. ഇതൊരു റൂമായിട്ട് കൺസിഡർ ചെയ്യാം. ഈ എയറിൽ നമുക്ക് ഈ ഒരു വയർലെസ് ചാർജിങ് നടക്കും. ഇപ്പോൾ ഇതൊരു IoT ഡിവൈസ് ആണെന്ന് കരുതുക. ഇതിപ്പോൾ പുറത്ത് ചിലപ്പോൾ വർക്ക് ചെയ്തില്ല, ബട്ട് ഈ റൂമിൻ്റെ അകത്ത് നമുക്കിത് വർക്ക് ചെയ്യാം. ഇതിന് വേണ്ടത് ജസ്റ്റ് കുറച്ച് കോയിൽസ് വെച്ചിട്ടുണ്ട്, അതിനെ ബേസ് ചെയ്താണ് ഇത് വർക്ക് ചെയ്യുന്നത്. അതുപോലെ മൊബൈൽ ചാർജിങ്ങും പോസിബിളാണ്. ക്യാൻ യു ടേക്ക് ദ മൊബൈൽ ആൻഡ് ഷോ ദാറ്റ്? ഇപ്പോൾ മൊബൈൽ ചാർജിങ്ങിന് ഒരു ചെറിയൊരു ഡിവൈസ് അടിയിൽ വെച്ചിട്ട് ഇങ്ങനെ പോസിബിളാണ്. ബട്ട് പിന്നീട് ഇവർ പറയുന്നത് ഒരു ചെറിയൊരു സംഭവം അവിടെ കണക്ഷൻ മാത്രം കൊടുത്താൽ മതി എന്നുള്ള രീതിയിലാണ് പറയുന്നത്. കണ്ടില്ലേ, ഇപ്പോൾ നമ്മൾ റൂമിലിരുന്ന് യൂസ് ചെയ്യുമ്പോൾ ഇതുപോലെ ഒരു സംഭവം പിറകിരുന്ന് പിടിച്ചാലും കുഴപ്പമില്ല, നമുക്ക് യൂസ് ചെയ്യാൻ പറ്റും. ഇറ്റ്സ് വെരി കൺവീനിയൻറ്റ്. അപ്പോൾ ഇങ്ങനെ ഒരു ടെക്നോളജിയാണ്. ഇവർ ഏർലി സ്റ്റേജിലാണ്, ഇപ്പോൾ ഡെവലപ്മെൻറ്റിലാണ്. അപ്പോൾ ഇതിൻ്റെ ഒരു സീഡ് ഫണ്ടിങ്ങും കാര്യങ്ങളും നോക്കുന്നുണ്ട്. അപ്പോൾ ഒരു ഫുൾ സ്ട്രക്ചർ ആവാൻ വേണ്ടി. ഓക്കെ, ഒരു എയർക്രാഫ്റ്റ് ആണ് ആയിരിക്കുന്നത്. 2 പേർക്കിരുന്ന് പോവാം. ഇത് വെറും വെള്ളമല്ല, വെള്ളം എയറിൽ നിന്നുണ്ടാക്കണതാണ്. എയറിലെ ഓക്സിജനും ഹൈഡ്രജനും കൂടെ കമ്പൈൻ ചെയ്ത് ഉണ്ടാക്കുന്ന വെള്ളമാണ്. അതിൻ്റെ മെഷീനാണ് ഇവിടെ അതായി വച്ചിരിക്കുന്നത്. ഇത് അതിൻ്റെ തന്നെ വേറെ മെഷീനാണ്. അത് കുറച്ചും കൂടെ ഹൈ ലെവലിൽ പ്രൊഡ്യൂസ് ചെയ്യാൻ വേണ്ടിയുള്ളതാണ്. ഈ കാണുന്നതൊക്കെ സോളാർ പാനലാണെന്ന് പറഞ്ഞാൽ വിശ്വസിക്കാൻ പറ്റുമോ? ഇല്ലല്ലേ. ഈ കാണുന്നതെല്ലാം സോളാർ പാനലാണ്. ആയിരിക്കുന്നതെല്ലാം ഫ്ലെക്സിബിൾ സോളാർ പാനൽ എന്നാണ് പറയണത്. വാട്ട്സ് ദ യൂസ് കേസ് ഫോർ ദാറ്റ്? Oh, roof. Okay. ये वाला पैनल से फिक्स होगा ना. Oh, okay. No, flexible. Okay. ये by technology है. Technology is upgrading. Yeah, right. So फिर engineering. Okay. ഇതുപോലെ ഫ്ലെക്സിബിൾ ആയിട്ട് പോലും നമുക്ക് ഇത് വയ്ക്കാൻ പറ്റും. അതുപോലെ നമുക്ക് ഈ ഗ്ലാസസ് വരത്തില്ലേ, ഗ്ലാസിക് ഗ്ലാസസ് പറഞ്ഞ ബിൽഡിങ്, അങ്ങനത്തെ ബിൽഡിങ്ങിൽ വയ്ക്കാൻ കണക്കിനുള്ളതുകൊണ്ട്. ഇത് ഫ്ലോറിൽ പറഞ്ഞ ടൈപ്പാണ്, ഇതും അതും. ബട്ട് നമുക്കിങ്ങനെ ഗ്ലാസ് ടൈപ്പിൽ വയ്ക്കാൻ കണക്കിനുമുണ്ട്. അതുപോലെ ഫ്ലോറിൽ പറഞ്ഞ ടൈപ്പും ഉണ്ട്. ഈ കാണുന്നത് ഡ്രോണിന് ഡിഫെൻസ് ചെയ്യാനുള്ളൊരു 3 ഡൈമെൻഷണൽ ഡിഫെൻസ് സിസ്റ്റമാണ്. ഇതെന്തായി കിടക്കണേന്ന് നോക്കിയേ. ടെസ്ല സൈബർ ട്രക്കും ടെസ്ല ബോട്ടും. ഇതിൻ്റെ അകത്തൊരു ജെറ്റ്സ്കി വെക്കാൻ കേട്ടോ. പറകിലത്തെ ട്രെയിൽ ഫ്രീ ബഗ്ഗി സർവീസ് ഉണ്ട്. അപ്പോൾ അതിന് ക്യൂ നിൽക്കുക. ബീച്ച് ഏരിയയാണ്. നടന്നതാണ്. ട്രാമിൽ എത്തുമ്പോൾ ഇവിടെ ചെക്ക് ഇൻ ചെയ്യുക. അതിനുശേഷം നമ്മൾ ട്രാമിൽ കയറി നമ്മൾ ഇറങ്ങുമ്പോൾ
ഒന്നും കൂടെ അവിടെ ഇരിക്കുന്ന മെഷീനിൽ ചെക്കൗട്ട് ചെയ്യാം. ഇത് ട്രാമും മെട്രോയും കൂടെ ഒരുമിച്ച് ചേരണ ഒരു സ്റ്റേഷനാണ്. അതായിത്തന്നെ നല്ല തിരക്ക്. ഇവിടെ നിന്ന് പാലം വഴി അപ്പുറത്തോട്ട് പോകും. അപ്പുറത്തുനിന്ന് മെട്രോ എടുത്ത് മെട്രോ സ്റ്റേഷൻ്റെ പേര് ശോഭ റിയാലിറ്റി ഇതാണ്. അപ്പോൾ അങ്ങോട്ട് വേണം ഇനി പോകാൻ. മെട്രോ സ്റ്റേഷൻ നല്ല തിരക്കാണ്. കുറേ നേരം മെട്രോയിൽ നിന്ന് അറ്റാസ്റ്റ് ഇവിടെ എത്തി. ADCB ഐഫോൺ വാങ്ങാൻ പോകാം ദുബായിൽ. എനിക്കിപ്പോൾ പോകേണ്ടിടം അൽബുഹൈർ എന്ന് പറഞ്ഞൊരു മെട്രോ സ്റ്റേഷനാണ്. പക്ഷേ നേരിട്ട് പോകാൻ പറ്റത്തില്ല. ഇവിടെ 2 രീതിയിലുള്ള മെട്രോ ലൈൻസ് ഉണ്ട്. ഒന്ന് റെഡും ഒന്ന് ഗ്രീനും. റെഡ് മെയിൻ സ്ഥലങ്ങളെല്ലാം കവർ ചെയ്യണതും ഗ്രീന് കുറച്ച് ഇന്നർ പ്ലേസസിലോട്ട് പോകുന്നതാണ്. ഗ്രീനിലോട്ട് പോകണമെങ്കിൽ റെഡിൽ നിന്ന് ഇപ്പം ഞാൻ നിൽക്കുന്ന ഒരു റെഡ് സ്റ്റേഷനിലാണ്. അപ്പോൾ ഈ റെഡ് ലൈനുള്ള ഇതിൽ നിന്ന് ഗ്രീനിലോട്ട് ഓരോ സെൻറ്റർ പോയിൻറ്റ്സ് ഉണ്ട്. അപ്പോൾ ആ സെൻറ്റർ പോയിൻറ്റിലോട്ട് പോയിട്ട് വേണം മാറാൻ. എനിക്കിപ്പോൾ പോകാനുള്ള സെൻറ്റർ പോയിൻറ്റ് ബുർജുമാനാണ്. അപ്പോൾ അതിൽ കയറി ഗ്രീൻ ലൈനിൽ കയറി വേണം മാറാൻ. ദുബൈബ സ്റ്റേഷനിലെത്തിയിട്ടുണ്ട്. ഇവിടെ നല്ല അടിപൊളിയായിട്ടുണ്ട്. അപ്പോൾ മറ്റുള്ള സ്റ്റേഷനുകളിലും നല്ല സെറ്റായിട്ട് ചെയ്തിട്ടുണ്ട്. ഇവിടുത്തെ ഇൻറ്റീരിയേഴ്സ്. ഞാനൊരു ഐഫോൺ എടുക്കാൻ പോവുകയാണ് സുഹൃത്തുക്കളെ. പോയിട്ടൊന്നും വാങ്ങിയില്ല. വാങ്ങാൻ പിന്നീടൊരു ദിവസം നാളെ വല്ലതും പോകാമെന്ന് വിചാരിക്കണേ. നാളെയും പറ്റത്തില്ല, മറ്റന്നാളെ പോകണം. നാളെ വേറെ പ്ലാനുണ്ട്. നൈറ്റ് പ്ലാൻ ചെയ്തിരുന്നത് S24 അൾട്ര എടുക്കണം നാട്ടിലൊരു ചേട്ടന് വേണ്ടി. അതുപോലെ എനിക്ക് iPhone 16 Pro അല്ലെങ്കിൽ 16 Pro Max എടുക്കണം. ഇതായിരുന്നു ഒബ്ജക്റ്റീവ്. ഇവിടെ എക്സാക്ട്ലി TDR എഡിഷനും പറഞ്ഞുണ്ട്, ജപ്പാൻ എഡിഷനും പറഞ്ഞുണ്ട്, ഹോങ്കോങ്ങും പറഞ്ഞുണ്ട്. ഇതൊക്കെ പിന്നെ ഇൻ്റർനാഷണൽ സാധനവും പറഞ്ഞിട്ടുണ്ട്. അപ്പോൾ നമുക്കിതിൽ നമ്മുടെ നാട്ടിൽ കൊണ്ടുപോകാൻ ഏറ്റവും നല്ലത് TDR ആണ്. അതായത് മിഡിൽ ഈസ്റ്റ് വെർഷൻ. ഇതിൻ്റെ റേറ്റാണ് മാളുകളിലുള്ളത്. അപ്പോൾ മാളിലുള്ളതിനെക്കാട്ടി റേറ്റ് ഇവിടെ കൂടുതലാണ്. അപ്പോൾ മാളിലും അവൈലബിൾ അല്ലെന്നാണ് ഇവർ പറഞ്ഞത്. അപ്പോൾ മാളിൽ ഉള്ള റേറ്റ് എന്ന് പറയുമ്പോൾ അതിനെക്കാട്ടി കുറച്ചും കൂടെ കൂടുന്നുണ്ട്. മാളിൽ 3 ആഴ്ചയൊക്കെ പിടിക്കുമെന്ന് ഇവർ പറയണത്. അതുകൊണ്ട് ആണ് ഇവർക്ക് ഇത് റേറ്റ് കൂടുതൽ. S24 അൾട്ര എന്തായാലും ഇവിടെ നിന്ന് എടുക്കാനാണ് ഉദ്ദേശിക്കുന്നത്. മാളിനെക്കാട്ടിലും എല്ലാത്തിനെക്കാട്ടിലും നല്ല റേറ്റ് കുറവാണ്. TDR എഡിഷന് സെറ്റ് സാധനമാണ്. ബട്ട് ഇന്ത്യയിൽ ഇത് കിട്ടത്തില്ല, അതിൻ്റെ വാറൻറ്റി കിട്ടത്തില്ല. ആ ഒരു പ്രശ്നം മാത്രമേ ഉള്ളൂ. അത് ആ ചേട്ടൻ്റെ പ്രശ്നമല്ല. പണി കിട്ടി. ഇവിടെ മെട്രോ തീർന്നു. ഒന്നീ ടാക്സി വിളിക്കാം, അല്ലെങ്കിൽ ബസ്സോ വേറെ വല്ല വഴിയോ ഉണ്ടോ നോക്കാം. മെട്രോ ക്ലോസ്ഡായി. എങ്ങനെ ടാക്സി വിളിക്കേണ്ടി വന്നു. ഇങ്ങനെ ടാക്സിയിൽ പോയിക്കൊണ്ടിരിക്കുക. അങ്ങനെ ടാക്സി പിടിച്ച് വീട്ടിൽ വന്നു. വീട്ടിലല്ല, റൂമിൽ വന്നു. ഇപ്പം എന്താ കോഫി ഇട്ട് കുടിക്കാനുള്ള പരിപാടിയിലാണ്. വെൽക്കം ബാക്ക്. ദാറ്റ്സ് ഇറ്റ് ഫോർ ദ ഡേ 2. ഇനി ഡേ 3 കുറച്ചും കൂടെ ഇൻട്രസ്റ്റിംഗ് ആയിട്ടുള്ള ടെക്നോളജീസൊക്കെ ആയിരിക്കും നമ്മൾ കാണാൻ പോകുന്നത്. അതായത് കുറച്ച് പറക്കുന്ന കാറുകളും അതുപോലെ ഗവൺമെൻറ്റിൻ്റെ പവലിയൻസ്, ദുബായ് ഗവൺമെൻറ്റിൻ്റെ പവലിയനും അതുപോലത്തെ കുറച്ച് കാര്യങ്ങളാണ്. അതുപോലെ ദുബായ് എക്സ്പ്ലോർ ചെയ്യുന്നതിൻ്റെ പാർട്ടായിട്ട് ദുബായിൽ ഡെസേർട്ട് സഫാരിക്കൊക്കെ പോകുന്നുണ്ട്. ഞാൻ ജൈടെക്സ് വിത്ത് ഉമർ എന്ന പ്രോഗ്രാമുമായിട്ട് അനുബന്ധിച്ചാണ് പോയത്. അപ്പം നമ്മൾ ഇത്രയും പേരായിട്ട് ഒരുമിച്ച്, അതായത് ആദ്യമായിട്ടാണ് ഇത്രയും പേര് ഒരുമിച്ച് ഒരിടത്ത് പോകാൻ പോകുന്നത്. അപ്പോൾ ഒരുമിച്ച് എല്ലാവരുമായിട്ട് ഡെസേർട്ട് സഫാരിക്ക് പോകുന്നുണ്ട്. അപ്പോൾ അതിൻ്റെ കൂടെ ഉമർ അബ്ദുൽ സലാമും ഉണ്ട്. അപ്പോൾ പുള്ളിക്കാരുടെ എക്സ്ക്ലൂസീവ് ഷോട്ട്സും ഡേ 3 അപ്പോൾ വെയിറ്റ് ചെയ്യുക. അപ്പോൾ നമുക്ക് ഡേ 3 ഇതുപോലെ കുറേ ഇൻട്രസ്റ്റിംഗ് സംഭവങ്ങളുണ്ട്. അപ്പോൾ ഇതുവരെ വാച്ച് ചെയ്ത എല്ലാവർക്കും ബിഗ് താങ്ക്സ്. ആൾസോ നമ്മൾ ഇതുവരെ കണ്ടതിൽ എന്തെങ്കിലും ഫീഡ്ബാക്ക് അല്ലെങ്കിൽ എന്തെങ്കിലും ഉണ്ടെങ്കിൽ നമുക്ക് കമൻറ്റ് ബോക്സിൽ രേഖപ്പെടുത്താം. ഇനി വരുന്ന എപ്പിസോഡ്സിൽ അതനുസരിച്ച് ഫിക്സ് ചെയ്ത് തന്നെ നമുക്ക് പ്രോപ്പർലി പോകാൻ പറ്റും. അപ്പോൾ വീഡിയോ ഇഷ്ടപ്പെട്ട ലൈക്ക് ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക, നിങ്ങളുടെ അഭിപ്രായങ്ങൾ കമൻറ്റ് ബോക്സിൽ രേഖപ്പെടുത്തുക. അപ്പോൾ ബൈ, നമുക്ക് ഡേ 3 കാണാം.